Hello friends, welcome back to Technique Malayalam. In നമ്മൾ unboxing ചെയ്യാൻ പോകുന്നത് Redmi സീരീസിലെ മറ്റൊരു ഡിവൈസ് ആണ്. ഇതൊരു ബഡ്ജറ്റ് 4G ഡിവൈസ് ആണ്. അപ്പോൾ Redmi 12 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ Redmi 12 നോട്ട് സീരീസിൽ ഒരുപാട് ഡിവൈസ് ഉണ്ടായിരുന്നു. നോട്ട് സീരീസിൽ നോട്ട് 12 4G, നോട്ട് 12 5G, നോട്ട് 12 Pro 5G, നോട്ട് 12 Pro Plus 5G അങ്ങനെ ഒരുപാട് ഡിവൈസ് ഉണ്ടായിരുന്നു. ഇത് നോട്ട് 12 അത് നമ്പർ സീരീസിലെ നോട്ട് അല്ലാതെ നമ്പർ സീരീസിലെ ഏറ്റവും ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആണ്. ഇതൊരു 4G ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഒരു 10 to 13 ആ റേഞ്ചിലായിരിക്കും എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ റേഞ്ചിലാണ് വരേണ്ടത്. അപ്പോൾ Redmi 12ൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ Redmi 12 പ്രത്യേകത എന്ന് വെച്ചാൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് നമുക്ക് കുറച്ചുകൂടി പ്രീമിയം ലുക്കിംഗ് ഡിവൈസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ബാക്ക് പാനലിൽ ഗ്ലാസ് ആണെന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രീമിയം ലുക്കിംഗ് ഡിവൈസാണ്. അതുമാത്രമല്ല ഒരു ഫീലും നല്ല ഒരു പ്രീമിയം ഡിവൈസിൻ്റെ ഫീലാണ് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പെക്ക് ഉണ്ട്. 50 MP ട്രിപ്പിൾ ക്യാമറ ഉണ്ട്, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. പല ഡിവൈസും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഈ സെഗ്മെൻറ്റിൽ മിസ്സിംഗ് ആണ്. ഇവിടെ അതുണ്ട്. പക്ഷേ പ്രോസസ്സർ അത്രയ്ക്ക് ഒരു പവർഫുൾ ഒന്നല്ല. ഹീലിയോ G88 ഒക്ടകോർ പ്രോസസ്സറാണ്. ഒരു ഡീസൻറ്റ് എൻട്രി ലെവൽ ചിപ്പാണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. നമ്മൾ ഒരുപാട് ഡിവൈസ് ഹീലിയോ G88 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഉള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ Redmi 12ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Redmi 12ൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ ബോക്സിൽ തന്നെ നമുക്ക് ഡിവൈസിൻ്റെ പടം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇത് പ്രീമിയം ഗ്ലാസ് ബാക്കാണ് വരുന്നത്. അതായത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പ്രീമിയം ഗ്ലാസ് ഫിനിഷ് സാധാരണ വരാറില്ല. പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഉണ്ട്, ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്, 90 Hz ഫുൾ HD പ്ലസ് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ, പ്രീമിയം ഗ്ലാസ് ഫിനിഷ് ഇതാണ്, 50 MP AI ട്രിപ്പിൾ ക്യാമറ. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 ഒക്ടകോർ പ്രോസസ്സറാണ്. ഇതൊരു 4G ഡിവൈസാണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, 18 വാട്ട് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്, 22.5 വാട്ട് ഫാസ്റ്റ് ചാർജർ ബോക്സിലുണ്ട്, IP53 റേറ്റഡ് ആണ്. അതേപോലെ തന്നെ 8 MP AI സെൽഫി ക്യാമറ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ്. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ്, ഒരു അൾട്രാ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വേണ്ട ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക് ഹീലിയോ G88 അത്യാവശ്യം ഒരു ഡീസൻറ്റ് എൻട്രി ലെവൽ ചിപ്പാണ്. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചിപ്പാണ്. നമ്മൾ ഒരുപാട് ഡിവൈസിൽ കണ്ടതാണ്. 4G ചിപ്പാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മൂൺ സ്റ്റോൺ സിൽവർ എന്നാണ് ഈ കളറിൻ്റെ പേര്. 6GB 128GB സ്റ്റോറേജ് ആണ്. വേറൊരു വേരിയൻ്റ് ഉണ്ട്, അത് 4GB 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ. നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ മുകളിൽ തന്നെ നമുക്ക് ഡിവൈസ് കാണാം. ഡിവൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരും നോക്കാം. പിന്നെ അത് നമുക്കൊരു കേസാണ് വരുന്നത്. കേസിൻ്റെ കൂടെ ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം. ഇവിടെ നമുക്ക് കേസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. നമുക്കൊരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്. ഇതിനകത്ത് ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അതേപോലെ സാർ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0.846 ആണ് ഹെഡ് സാറ്. ബോഡി സാറ് 0.747 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് സാർ വാല്യൂ ഡേറ്റ്. പിന്നെ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു TPU കേസാണ് ഉണ്ടല്ലേ, ഒരു മാറ്റ് ഫിനിഷ് TPU കേസാണ്. അതേപോലെ തന്നെ ക്യാമറേൻ്റെ ഉള്ള കട്ടൗട്ടൊക്കെ ആയിട്ടുള്ള TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് 22.5 വാട്ട് അഡാപ്റ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 വാട്ടേ സപ്പോർട്ട് ഉള്ളൂ, പക്ഷേ 22.5 വാട്ട് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ Redmi 12 ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. കാരണം നല്ലൊരു ഫിനിഷാണ്. ഇതൊരു ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. ഇതൊരു സിൽവർ കളറാണ്. അതേപോലെ ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറും ബ്ലാക്കും ഉണ്ട്. പക്ഷെ നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റി, കുറച്ചൊരു പ്രീമിയംനെസ് ഡെഫിനറ്റ്ലി ഉണ്ട്. അതേപോലെ തന്നെ ഈ ക്യാമറേൻ്റെ ചുറ്റും കണ്ടില്ലേ ഒരു സിൽവർ ആക്സെൻ്റ് ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ഓവറോൾ ഡിവൈസിൻ്റെ ലുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സുപ്പീരിയർ ക്വാളിറ്റി ലുക്കാന്ന് ഡെഫിനറ്റ്ലി പറയാം. AI ക്യാമറ എന്ന് എഴുതി കാണാം. അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് പവർ ബട്ടണും വോളിയം കീസുമാണ്. ഇത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. മുകളിൽ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്. താഴത്ത് നമുക്ക് കിട്ടുന്ന സ്പീക്കർ യൂണിറ്റ് USB Type-C പോർട്ടും മൈക്രോഫോണാണ്. ഇതിനകത്ത് സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡ് നമുക്ക് കിട്ടില്ലേ ഫ്ലാറ്റ് സൈഡാണ്. എഡ്ജസ് കുറച്ച് കേർവ്ഡാണ്. പക്ഷേ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട് കേട്ടോ. കുറച്ചൊരു ഹെവിയാണ്, പക്ഷേ നല്ല ഗ്ലാസ് ഫിനിഷ് ആയിട്ട് വളരെ പ്രീമിയംനെസ് ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീലാണ് വരുന്നത്. ഇവിടെ നമുക്ക് സിം ട്രേ കാണാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക ഹൈബ്രിഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക്
ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ആണ്, സെൻറ്റർ മൗണ്ടഡ് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. ഇതൊരു IPS LCD പാനലാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു 90 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി, ടച്ച് റെസ്പോൺസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല സ്മൂത്ത് ടച്ച് റെസ്പോൺസ് ആണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. കുഴപ്പങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. പിന്നെ ഡിസ്പ്ലേ ബെസൽസ് മുകളിലും സൈഡിലൊക്കെ കുഴപ്പമില്ല, താഴെ കുറച്ചധികം ഉണ്ട്. എങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഡിസ്പ്ലേ ആയതുകൊണ്ട് വലിയൊരു പരാതിയൊന്നും പറയാനില്ല. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം റിഫ്രഷ് റേറ്റ് 90 Hz ആണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് 60 Hz കൊടുക്കാം. അപ്പോൾ ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ ഒരു IPS LCDൻ്റെ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് ലെവൽസ് ആണെങ്കിലും വളരെ നല്ല ടച്ച് റെസ്പോൺസ് ആണ്. വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നിയത്. കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഇനി അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് MIUI ആണ്. MIUI 14 വേർഷൻ ഉണ്ട്. അതേപോലെ Android 13 ഉണ്ട്. ഡീറ്റെയിൽ സ്പെക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ്. അതേപോലെ MIUI വേർഷൻ 14 ആണ്. Helio G88 ഒക്ടകോ പ്രോസസ്സറാണ്. നമ്മുടെ ഇരിക്കുന്നത് 6GB വേരിയൻ്റ് ആണ്. പിന്നെ MIUIൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്കറിയാം MIUI 14 ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ 13 വേർഷൻ പോലെ തന്നെയാണ്. അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അഡീഷണൽ സെറ്റിംഗ് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരുപാട് ഓപ്ഷൻസ് കാണാം. 100 മോഡ്, ഫ്ലോട്ടിംഗ് വിൻഡോസ്, സെക്കൻഡ് സ്പേസ്, മെമ്മറി എക്സ്റ്റൻഷൻ, അതായത് മെമ്മറി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ സെൻറ്ററും ഒക്കെ എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുക. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്സ് നോക്കാം. കണ്ടില്ലേ ആപ്സ് ഇതിനാണ് കുറച്ചൊരു എന്താ പറയുക ഒരു നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു ഏരിയ. ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്. കണ്ടില്ലേ 1 2 3 4 5 6 7 8 9 10ഓളം ഗെയിംസ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ അതുകൂടാണ്ട് വേറെ ആപ്സ് ഉണ്ട്. സ്പോട്ടിഫൈ, സ്നാപ്ചാറ്റ്, ഷെയർ മീ, ഫോൺ പേ, നെറ്റ്ഫ്ലിക്സ്, ഒരുപാട് ആപ്സ്, ലിങ്ക്ഡിൻ, അങ്ങനെ ഒരുപാട് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഈ ഗെയിംസ് ഒക്കെ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണതിൽ എനിക്കൊരു ഇത് തോന്നുന്നില്ല. കാരണം അത് റവന്യൂ ഏണിംഗ് ആണ് കമ്പനിക്ക്. എങ്കിലും അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ബ്ലോട്ട്വെയർ സീന് ഇപ്പോൾ നമ്മളെ അടുത്തിറങ്ങിയ ഒരുപാട് ഫോണിൽ ഇത് പറയുണ്ടായി. ഈവൻ Realme 11 Pro Plus 5G ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ടായിരുന്നു. അതേപോലെയൊക്കെ തന്നെ ഇതിലും കുറച്ച് കുറവൊന്നുമില്ല. ഇത് ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് എന്താ പറയുക പ്രൈസ് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോബ്ലി ഇത് ചെയ്യുന്നത്. ഇത് റവന്യൂ ഏണിംഗ് ആണെങ്കിലും എനിക്ക് ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഫോണാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ ബ്ലോട്ട്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഇനി പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് Helio G88 ഒക്ടകോ പ്രോസസ്സറാണ്. ഒരു ഡീസൻറ്റ് എൻട്രി ലെവൽ ചിപ്പാണ്. ഇപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിലൊക്കെ വേണ്ട ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് വരുന്നതാണ്. നമ്മൾ യൂസ് ചെയ്തിട്ട് ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെയില്ല. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. ലാഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ചിപ്പാണ്. അതേപോലെ തന്നെ 6GB റാമും 4GB റാമും ഉണ്ട്. എനിക്കൊന്ന് 6GB റാം എടുക്കുകയായിരിക്കും നല്ലത്. കുറച്ചും കൂടെ എന്താ പറയുക നമുക്ക് റാം കിട്ടുമല്ലോ. പിന്നെ വെർച്വൽ റാമിൻ്റെ ഫീച്ചർ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്കൊന്ന് 6GB റാമിൻ്റെ വേരിയൻ്റ് എടുക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ 2 വേരിയൻ്റിലാണ്. 2ൽ 128GB സ്റ്റോറേജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിലേക്ക് ഒന്ന് ഡീസൻറ്റ് എൻട്രി ലെവൽ ഡിവൈസ് എന്നുള്ളതിലേക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെയും എക്സ്പെക്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. ഇനി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ 50 MP പ്രൈമറി സെൻസറും ഒരു 8 MP അൾട്രാ വൈഡും അതേപോലെ തന്നെ നമുക്കൊരു മാക്രോ സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്യാമറ സാമ്പിൾസ് അല്ലെങ്കിൽ ക്യാമറ UI നോക്കുകയാണെങ്കിൽ ഇത് ഷോമിൻ്റെ പുതിയ ക്യാമറ UI ആണ് കണ്ടത്, HDR. അതേപോലെ തന്നെ നമുക്കിവിടെ മാക്രോ മോഡുണ്ട്. എന്താ പറയുക ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം. ഫ്ലാഷ്, ആസ്പെക്ട് റേഷ്യോ, ടൈമർ, ഗൂഗിൾ ലെൻസ്, വോയിസ് ഷട്ടർ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കാണാം. ഇവിടെ പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, അതേപോലെ 50 MP മോഡ് ഉണ്ട്. അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. മാക്രോ മോഡും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം Redmi 12 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. നല്ല ഡീറ്റെയിൽസിൻ്റെ, കളേഴ്സും കുഴപ്പമില്ല, ഷാർപ്നെസ് ലെവൽസും ഈ പ്രൈസ് സെഗ്മെൻറ്റിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ഉണ്ട്. സെൽഫീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ എനിക്കൊന്ന് കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. നമ്മൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന ഒരു നല്ല 50 MP ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി ഇതിനെ പറയാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 18 watt ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു 1.5 മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 5000 mAh 18 watt ആകുമ്പോൾ കുറച്ച് സമയം ഡെഫിനറ്റ്ലി എടുക്കും. 22.5 watt ചാർജർ ഉണ്ടെങ്കിൽ പോലും കുറച്ച് ടൈം ഡെഫിനറ്റ്ലി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. പിന്നെ ബാറ്ററി ലൈഫ് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം 5000 mAh കപ്പാസിറ്റി ഉണ്ടാവുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഒരു 1.25 ദിവസമൊക്കെ ഈ ബഡ്ജറ്റ് ഡിവൈസിൽ നിൽക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വിശദമായി പറയാം.
അപ്പോൾ ഇതായിരുന്നു റെഡ്മി 12ൻ്റെ ഒരു അൺബോക്സിങ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഇതിൻ്റെ ഡിസൈനാണ്. വളരെ നല്ലൊരു ഡിസൈനാണ്. അതേപോലെ സൈഡിൽ ആ സിൽവർ ഫിനിഷും ബാക്കിലെ ഗ്ലാസ് ഫിനിഷും എല്ലാം തന്നെ ഒരു പ്രീമിയം ഡിവൈസ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. പ്രത്യേകിച്ച് ക്യാമറേൻ്റെ ഡിസൈൻ എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ലൊരു ഡിസൈനാണ്. അതേപോലെ എന്താ പറയുക, MIUI എക്സ്പീരിയൻസും നല്ലതാണ്. ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. കുഴപ്പമില്ലാത്തൊരു ക്യാമറയും അത്യാവശ്യം ഭേദപ്പെട്ടൊരു ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ വില നമുക്കറിയില്ല. പ്രോബ്ലി ഒരു 13 ആ റേഞ്ചിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. 12,000 to 13,000 റുപ്പീസിൻ്റെ റേഞ്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല എൻ്റെ പ്രൈസ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി 12ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്താണെന്ന് കൂടി കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇത് ഓഗസ്റ്റ് 1 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ളൂ. ഇന്നിപ്പോൾ എന്താ പറയുക, ജൂലൈ 18 ഓഗസ്റ്റ് 1 ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച്. 2 വേരിയൻ്റാണുള്ളത്, 4128, 6128, അങ്ങനെ 2 വേരിയൻ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എന്തായിരിക്കണം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഡിവൈസിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.